Toon Bells. ഷേർഖാൻ, എന്താണ് പറ്റിയത്? നീ ഇങ്ങനെ എന്തിനാ നിലവിളിക്കുന്നത്? എന്റെ കാലിൽ നല്ല വേദനയാണ്, നല്ല വേദന. നിങ്ങൾക്ക് എപ്പോൾ മുതലാണ് വേദന തുടങ്ങിയത് ഷേർഖാൻ? സത്യം പറയാ, നിങ്ങൾക്ക് വല്ല മുറിവും പറ്റിയോ? എനിക്കൊരു മുറിവും പറ്റിയില്ല. ഈ രോഗം എനിക്ക് ഒരുപാട് നാളുകൾക്ക് മുമ്പേ തന്നെ ഉണ്ട്. എനിക്കിതിന്റെ ചികിത്സയും അറിയാം. പിന്നെ ഇതുവരെ നിങ്ങൾ എന്താ അത് ചികിത്സിക്കാത്തത്? എന്തുകൊണ്ടെന്നാൽ ആ കാര്യം ആർക്കും ചെയ്യാൻ കഴിയില്ല, ആർക്കും തന്നെ. ഷേർഖാൻ, എന്നോട് പറയൂ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി ആ ജോലി തീർച്ചയായും ചെയ്യും. എന്റെ മുത്തശ്ശൻ ഒരിക്കൽ എന്റെ സ്വപ്നത്തിൽ വന്നിരുന്നു. അദ്ദേഹം എന്നോട് പറഞ്ഞു, നമ്മുടെ കാട്ടിൽ ഒരു മരണത്തിന്റെ ഗുഹയുണ്ട്. അതിലുണ്ടായ ഒരു അനാർ ഒരു മൃഗത്തിനെ കൊണ്ടുവരുവാൻ കഴിയൂ, ഏറ്റവും ദയാലുവായവന്. അതൊരു രാത്രി സമയമായിരുന്നു. ഷേർഖാൻ വളരെ ശ്രദ്ധയോടെ കുറ്റിക്കാട്ടിൽ ഒളിച്ചിരിക്കുകയായിരുന്നു. ആ സമയം ഒരു മാൻ പുല്ല് തിന്നുകയായിരുന്നു. ഇതാണ് പറ്റിയ സമയം. ഇത് പറഞ്ഞ് ഷേർഖാൻ മുന്നോട്ട് ചാടി. ആ മാനിനെ വേട്ടയാക്കാനുള്ള ശ്രമം നടത്തി. പക്ഷെ ഒരു കാല് വയ്യാത്തതിനാൽ ഷേർഖാൻ മാനിന്റെ കുറെ മുൻപേ തന്നെ നിലത്തു വീണു. വിട്ടുകള ഷേർഖാൻ, വികലാംഗനായ സിംഹം വേട്ടയാടാറില്ല. നിങ്ങൾ വെറുതെ അധ്വാനിക്കുകയാണ്. ഇത് കേട്ട് ഷേർഖാൻ നല്ല ദേഷ്യം വന്നു. ആ മാൻ വേഗത്തിൽ അവിടെ നിന്നും ഓടിപ്പോയി. അപ്പോൾ അവിടേക്ക് ഒരു ബാരസിംഗ വന്നു. ഷേർഖാൻ, നിങ്ങൾ വെറുതെ നിങ്ങളുടെ എനർജി പാഴാക്കുകയാണ്. നിങ്ങൾ ആദ്യം പോയി നിങ്ങളുടെ ഈ വൈകല്യം ഇല്ലാതാക്കാൻ ശ്രമിക്കുക. ഇത് ഞാൻ എങ്ങനെ ശരിയാക്കാനാ? ഇത് ഞാൻ ജനിക്കുമ്പോഴേ എന്റെ കൂടെ ഉള്ളതല്ലേ. ഇത് അസാധ്യമൊന്നുമല്ല. ഏത് ദിവസമാണോ നിങ്ങൾ ഈ കാട്ടിലെ ഏറ്റവും ദയാലുവായ മൃഗത്തെ കൊന്നു തിന്നുന്നത്, ആ ദിവസം നിങ്ങളുടെ വൈകല്യം ഭേദമാകും. എന്താ, ശരിയാണോ? എന്റെ വൈകല്യം ഭേദമാകുമോ? ആ, വിശ്വാസമില്ലെങ്കിൽ ചെയ്തു നോക്കാമല്ലോ. ഇത് കേട്ട് ഷേർഖാൻ ഏറ്റവും ദയയുള്ള മൃഗത്തെ അന്വേഷിക്കാൻ തുടങ്ങി. ഒരു ദിവസം അവൻ ഒരു കുരുക്കൻ തടാകത്തിൽ നിന്ന് വെള്ളം കുടിക്കുന്നത് കണ്ടു. അപ്പോൾ അവിടെ ഒരു സീബ്ര വന്നു. ചിങ്കിക്കുറുക്ക, എനിക്ക് അത്യാവശ്യമായി നിന്റെ സഹായം വേണം. എന്റെ കുട്ടിയുടെ ജീവൻ അപകടത്തിലാണ്, വേഗം വരൂ. എന്താ പറഞ്ഞത്? കുട്ടിയുടെ ജീവൻ അപകടത്തിലാണെന്നോ? ശരി, വേഗം വരൂ. കുറുക്കൻ സീബ്രയുടെ കൂടെ മുന്നോട്ടു പോയി. പതുക്കെ പതുക്കെ ഷേർഖാനും അവരുടെ പിറകെ കൂടി. പിന്നെ അവർ ഒരു സ്ഥലത്തെത്തി. സീബ്രയുടെ കുട്ടി ഒരു പർവ്വതത്തിന്റെ ഏറ്റവും അറ്റത്ത് തൂങ്ങിക്കിടക്കുകയായിരുന്നു. താഴെ ധാരാളം മൃഗങ്ങളും നിൽക്കുന്നുണ്ടായിരുന്നു. ഓ, ഇതിനെ വേഗം രക്ഷിച്ചില്ലെങ്കിൽ താഴെ വീണ് മരിച്ചു പോകും. ഞങ്ങളുടെ മനസ്സിലേക്ക് ഒന്നും വരുന്നില്ല, അതുകൊണ്ടാ നിങ്ങളെ വിളിപ്പിച്ചത്. ശരി, ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്ക്. എല്ലാ മൃഗങ്ങളും കൂടി പുല്ല് കൊണ്ടുവരാൻ ആരംഭിക്കൂ. പിന്നെ എത്ര കൊണ്ടുവരാൻ പറ്റുമോ അത്രയും കൊണ്ടുവരൂ. അതുകൊണ്ട് വന്ന് പർവ്വതത്തിന്റെ നേരെ താഴെ തറയിൽ വിരിക്കൂ. ഇത് കേട്ട് മൃഗങ്ങളെല്ലാം അടുത്തടുത്തുള്ള മൈതാനത്തിൽ നിന്ന് പുല്ല് ശേഖരിക്കുവാൻ തുടങ്ങി. കുറച്ചു സമയത്തിനുള്ളിൽ ധാരാളം പുല്ല് ശേഖരിക്കാൻ കഴിഞ്ഞു. പിന്നെ മൃഗങ്ങളെല്ലാവരും ചേർന്ന് പർവ്വതത്തിന്റെ തൊട്ടു താഴെ പുല്ല് കൂട്ടിയിട്ടു. പിന്നെ കുട്ടി പുല്ല് കണ്ട് പർവ്വതത്തിൽ നിന്നും താഴേക്കു ചാടി. മോനേ! കുട്ടി നേരെ വീണ് പരുക്കേൽക്കാതെ തന്നെ താഴെ വന്നു. എന്റെ കുട്ടി, ഭാഗ്യം കൊണ്ട് നിനക്കൊന്നും പറ്റിയില്ലല്ലോ. സൂപ്പർ കുറുക്ക, നീ ദയാലു മാത്രമല്ല, ബുദ്ധിമാൻ കൂടിയാണ്. ഇത് കേട്ട് ഷേർഖാൻ ഈ കാര്യം ആവർത്തിച്ചു. ദയാലു? ഇപ്പോൾ ഷേർഖാൻ എന്തെല്ലാമോ തന്ത്രങ്ങൾ തന്റെ ബുദ്ധിയിൽ ഉണ്ടാക്കുവാൻ തുടങ്ങി. പിന്നെ ഒരു ദിവസം ഉച്ചത്തിൽ നിലവിളിക്കുവാൻ തുടങ്ങി. ഇത് ഷേർഖാന്റെ ശബ്ദമല്ലേ? എല്ലാവരും ഷേർഖാന്റെ അടുത്തെത്തി. ഷേർഖാൻ, എന്താണ് പറ്റിയത്? നീ ഇങ്ങനെ എന്തിനാ നിലവിളിക്കുന്നത്? എന്റെ കാലിൽ നല്ല വേദനയാണ്, നല്ല വേദന. നിങ്ങൾക്ക് എപ്പോൾ മുതലാണ് വേദന തുടങ്ങിയത് ഷേർഖാൻ? സത്യം പറയാ, നിങ്ങൾക്ക് വല്ല മുറിവും പറ്റിയോ? എനിക്കൊരു മുറിവും പറ്റിയില്ല. ഈ രോഗം എനിക്ക് ഒരുപാട് നാളുകൾക്ക് മുമ്പേ തന്നെ ഉണ്ട്. എനിക്കിതിന്റെ ചികിത്സയും അറിയാം. പിന്നെ ഇതുവരെ നിങ്ങൾ എന്താ അത് ചികിത്സിക്കാത്തത്? എന്തുകൊണ്ടെന്നാൽ ആ കാര്യം ആർക്കും ചെയ്യാൻ കഴിയില്ല, ആർക്കും തന്നെ. ഷേർഖാൻ, എന്നോട് പറയൂ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി ആ ജോലി തീർച്ചയായും ചെയ്യും. എന്റെ മുത്തശ്ശൻ ഒരിക്കൽ എന്റെ സ്വപ്നത്തിൽ വന്നിരുന്നു. അദ്ദേഹം എന്നോട് പറഞ്ഞു, നമ്മുടെ കാട്ടിൽ ഒരു മരണത്തിന്റെ ഗുഹയുണ്ട്. അതിലുണ്ടായ ഒരു അനാർ ഒരു മൃഗത്തിനെ കൊണ്ടുവരുവാൻ കഴിയൂ, ഏറ്റവും ദയാലുവായവന്.
അവൻ ഒരിക്കലും ആർക്കും ഒരു നഷ്ടവും ഉണ്ടാക്കരുത്. ആ അനാർ കഴിച്ചാൽ എന്റെ അസുഖം പൂർണ്ണമായും ഭേദമാകും. പിന്നെ എന്റെ വൈകല്യം എന്നേക്കുമായി ഇല്ലാണ്ടുമാവും. ഷേർഖാൻ, നിങ്ങൾക്ക് ഒരു വിഷമവും വേണ്ട. നിങ്ങൾക്ക് വേണ്ടി ഞാൻ ആ ഗുഹയുടെ അകത്ത് പോകും. എന്നിട്ട് അനാർ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവരും. അപ്പോൾ അവരിൽ ഏറ്റവും വയസ്സായ മൃഗമായ ബാലു പറഞ്ഞു, ആ ഗുഹയെക്കുറിച്ച് ഞാനും ഒരുപാട് കേട്ടിട്ടുണ്ട്. പക്ഷേ ഈ ഷേർഖാൻ പറഞ്ഞതുപോലെ ഒന്നും കേട്ടിട്ടില്ല. ആ, അതിനുള്ളിൽ നല്ല ഇരുട്ടാണ്. അത് മാത്രമേ എനിക്കറിയാവൂ. ഷേർഖാന്റെ മുത്തച്ഛന്റെ സ്വപ്നത്തിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കാര്യം കള്ളമായിരിക്കില്ല. തീർച്ചയായും ഞാൻ അവിടെ പോകും. ഇത് കേട്ട് വയസ്സനായ ബാലു വളരെ സംശയത്തോടെ ഷേർഖാനെ നോക്കി. അതിനെക്കുറിച്ച് അറിയാമെന്ന മട്ടിൽ പിന്നെ ചെറുതായ ഒന്ന് ചിരിച്ചു. ശരി ചങ്ങാതിമാരെ, ഞാൻ ഇപ്പൊ തന്നെ പോവുകയാണ്. കുറുക്കൻ എല്ലാവരോടും യാത്ര പറഞ്ഞ് ആ കറുത്ത ഗുഹയെ ലക്ഷ്യമാക്കി നടന്നു. കുറച്ചു സമയത്തിനു ശേഷം മൃഗങ്ങളെല്ലാം അവരവരുടെ വീടുകളിലേക്ക് പോയി. ഷേർഖാൻ തനിച്ചായി. അപ്പോൾ ആ ബാരസിംഗ അവിടേക്ക് വന്നു. ഷേർഖാൻ, നിങ്ങൾ നിങ്ങളുടെ ജോലി ചെയ്തെന്നാ തോന്നുന്നത്. ഞാൻ എല്ലാവരോടും ഒരു നല്ല കഥ പറഞ്ഞു. പിന്നെ അവൻ ആ ഇരുണ്ട ഗുഹ ലക്ഷ്യമാക്കി പുറപ്പെട്ടു. അവൻ ഇരുണ്ട ഗുഹയിലെത്തിയാൽ ഇരുട്ടിന്റെ സഹായത്തോടെ ഞാൻ അവന്റെ മേൽ ചാടി വീഴും. വൈകല്യമുണ്ടായാൽ കൂടി ഞാൻ അവന്റെ വേട്ട സ്വൈര്യമായി നടത്തും. ഇതായിരുന്നു എന്റെ മാസ്റ്റർ പ്ലാൻ. അങ്ങനെ കുറുക്കൻ 4 മണിക്കൂർ നേരത്തെ അധ്വാനത്തിന് ശേഷം മരണത്തിന്റെ ഗുഹയുടെ അടുത്തെത്തി. അതിനുള്ളിൽ നല്ല ഇരുട്ടായിരുന്നു. എന്റെ ഈശ്വര, ഈ ഗുഹ നല്ല ഇരുട്ടാണ്. പക്ഷെ ഷേർഖാനെ രക്ഷിക്കണമെങ്കിൽ ഇതിനകത്ത് കടന്നേ മതിയാകൂ. ആ ഗുഹയുടെ അകത്ത് ഷേർഖാൻ മുൻപേ തന്നെ ശ്രദ്ധയോടെ ഇരിക്കുന്നുണ്ടായിരുന്നു. കുറുക്കൻ ഗുഹയിൽ കടന്നാലുടനെ അവനെ ആക്രമിക്കുവാനുള്ള അവസരം നോക്കിയിരിക്കുകയായിരുന്നു. പാവം ഷേർഖാൻ, എന്തൊരു വേദനയാണ് സഹിക്കുന്നത്. ഈശ്വര, ഈ ഗുഹയിൽ എനിക്ക് എന്ത് സംഭവിച്ചാലും ഷേർഖാന്റെ വൈകല്യം ഇല്ലാതാക്കുന്ന ആ അനാർ എനിക്ക് എന്തായാലും തരണം. ഷേർഖാന് സുഖമായിട്ട് എന്റെ ജീവൻ പോയാലും എനിക്ക് യാതൊരു പ്രശ്നവും ഇല്ല. ഇത് കേട്ട് ഷേർഖാൻ ചിന്തിക്കുവാൻ തുടങ്ങി. അപ്പോൾ ആ ബാരസിംഗ അവിടേക്ക് വന്നു. എന്താണ് നോക്കി നിൽക്കുന്നത് ഷേർഖാൻ? പോകൂ, അവനെ ഇപ്പോൾ തന്നെ നിങ്ങളുടെ ഇരയാക്കൂ. നിങ്ങളുടെ വൈകല്യം എന്നേക്കുമായി ഇല്ലാതാകും. വേട്ടയാടണോ? എന്റെ ചികിത്സയുടെ നുണക്കഥകൾ കേട്ട് അവൻ ഇവിടെ വന്നു. ഈ മരണത്തിന്റെ ഗുഹയിൽ തനിക്കെന്തു പറ്റിയാലും ഷേർഖാന്റെ വൈകല്യം ഇല്ലാതെയാവണമെന്ന് അവൻ ആഗ്രഹിച്ചിരുന്നു. ഇവനെ ഞാൻ കൊല്ലണോ? ഏയ്, നിങ്ങൾ ഇതെന്താണ് പറയുന്നത് ഷേർഖാൻ? നിനക്ക് നിന്റെ രോഗമില്ലാതാവണമെങ്കിൽ നീ അവനെ കൊല്ലുക തന്നെ വേണം. അതെ, എനിക്ക് രോഗമുണ്ട്. മുകളിലുള്ളവൻ വിചാരിച്ചാൽ അവന്റെ ദയാദൃഷ്ടി കൊണ്ട് ഇത് ഭേദമാകും. അതിനെന്തിനാണ് ഞാൻ ഒരു ദയാലുവായ മൃഗത്തിന്റെ ജീവൻ എടുക്കുന്നത്? ഇത് കേട്ട് ഇനി തന്റെ തന്ത്രം ഇവിടെ വില പോകില്ലെന്ന് ബാരസിംഗയ്ക്ക് മനസ്സിലായി. ഷേർഖാൻ മിണ്ടാതെ ഗുഹയ്ക്ക് പുറത്തേക്ക് വന്നു. തന്റെ ഗുഹയിലെത്തി അവൻ മൃഗങ്ങളോടെല്ലാം തന്നെ എല്ലാം തുറന്നു പറഞ്ഞു. ഷേർഖാൻ, നിനക്ക് ഇത്ര അഹങ്കാരമോ? നിന്റെ രോഗം മാറുന്നതിനായി നീ കുറുക്കനെ കൊല്ലുവാൻ നോക്കിയില്ലേ? നീ അവന്റെ ദയയെ ദുരുപയോഗം ചെയ്യുവാൻ നോക്കിയില്ലേ? കാലുവേദന എന്ന നാടകം കളിച്ച് അവനെ മരണഗുഹയിൽ എത്തിച്ചില്ലേ നീ? എനിക്ക് എന്റെ തെറ്റു മനസ്സിലായി. ഞാൻ ചെയ്തതൊന്നും തന്നെ ശരിയല്ല. നിങ്ങൾ കുറുക്കനോട് ദയവായി ഒന്നും പറയരുത്. പറഞ്ഞാൽ അവന്റെ ഹൃദയം തകർന്നു പോകും. ഇപ്പോൾ എന്റെ കണ്ണു തുറന്നു. ഇനി ഞാൻ ഒരിക്കലും അവനെ കൊല്ലുന്നതിനെ കുറിച്ച് ചിന്തിക്കുക പോലുമില്ല. പിന്നെ ഈ വൈകല്യത്തോടെ സന്തോഷമായിരിക്കുകയും ചെയ്യും. ഇത് കേട്ട് മൃഗങ്ങളെല്ലാം മിണ്ടാതിരുന്നു. അപ്പോൾ കുറുക്കൻ തന്റെ കയ്യിൽ ഒരു അനാറുമായി അവിടേക്ക് വന്നു. ഇതെടുക്കൂ ഷേർഖാൻ, ഈ അനാർ കഴിക്കൂ. ഇത് കഴിച്ചാൽ നിങ്ങളുടെ രോഗമെല്ലാം സുഖമാകും. ഇതാ. മൃഗങ്ങളെല്ലാം കുറുക്കന്റെ ദയയും നിഷ്കളങ്കതയും കണ്ട് മനസ്സുകൊണ്ട് അവനെ അനുഗ്രഹിച്ചു. തരൂ എന്റെ പ്രിയ കുറുക്ക. ഷേർഖാൻ ആ അനാർ കഴിച്ചു. പിന്നെ ചിന്തിച്ചു, ഞാനിത് കഴിച്ചതിന് ശേഷം സുഖമായില്ലെങ്കിൽ പാവം കുറുക്കന് അത് വിഷമമാകും. അനാർ കഴിച്ചയുടൻ അവൻ എന്തോ അനുഭവപ്പെടാൻ തുടങ്ങി. എനിക്കെന്തോ വിചിത്രമായി തോന്നുന്നു. എന്താണ് പറ്റിയത് ഷേർഖാൻ? എന്താ ഈ പഴം കൊണ്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ട് കൂടിയോ? സിംഹത്തിന്റെ ഒരു വലിയ നിലവിളി ഉയർന്നു. പിന്നെ അവന്റെ കാല് ശരിയായി. എന്റെ കാല്? സിംഹം തന്റെ 4 കാലിലും നടന്നു. പിന്നെ തുള്ളിച്ചാടുവാൻ തുടങ്ങി. ഇതെങ്ങനെയാ സംഭവിച്ചത്? എന്റെ അസുഖമെല്ലാം ഭേദമായോ? ദൈവമേ, നന്ദിയുണ്ട്.
ഒരുപാട് നന്ദിയുണ്ട്. മൃഗങ്ങളെല്ലാം ഇത് കണ്ട് വളരെ സന്തോഷവാന്മാരായി. ബാരസിംഗയും ഷേർഖാനും ആശ്ചര്യപ്പെട്ടു. പക്ഷേ ഇതെങ്ങനെ സംഭവിച്ചു? അപ്പോൾ ആ വയസ്സൻ ബാലു പറഞ്ഞു, പണ്ട് ഷേർഖാന്റെ മുത്തച്ഛന്റെ കാലത്ത് അവർ ബാരസിംഘയിൽ നിന്ന് ഒരു മാലാഖയെ രക്ഷിച്ചിരുന്നു. ആ മാലാഖ അദ്ദേഹത്തിന് ഒരു വരവും കൊടുത്തിട്ടുണ്ടായിരുന്നു. അവരുടെ കാട്ടിൽ ഓരോ കാലത്തും ഒരു ദയാലുവായ മൃഗം തീർച്ചയായും ഉണ്ടാകും. അങ്ങനെ ഒരു വിധിയും അവരുടെ പരമ്പരയിൽ ഒരു വൈകല്യമുള്ള സിംഹം ഉണ്ടാകുവാനുള്ള ഒരു വിധിയുമുണ്ടായിരുന്നു. ആ സിംഹം തന്റെ വൈകല്യം കളയുവാൻ എന്തും ചെയ്യാൻ തയ്യാറാവും. അപ്പോൾ ഒരു ബാരസിംഗ വന്ന് അവനെ പ്രലോഭിപ്പിക്കും. അവന് സുഖമാകണമെങ്കിൽ ആ ദയാലുവായ മൃഗത്തെ കൊന്നു തിന്നണമെന്ന് പറഞ്ഞ് ഒരു ബാരസിംഗ വന്ന് അവനെ പ്രലോഭിപ്പിക്കും. ആ ദയാലുവായ മൃഗം ആ മരണത്തിന്റെ ഗുഹയിൽ നിന്ന് കൊണ്ടുവരുന്ന പഴം കഴിച്ചാൽ സുഖപ്പെടുമെന്നുള്ളതാണ് സത്യം. പക്ഷേ ഇത് വൈകല്യമുള്ള സിംഹത്തിനോ ആ ദയാലുവായ മൃഗത്തിനോ അറിയില്ല. കൃത്യസമയത്ത് സിംഹം നല്ല തീരുമാനമെടുത്ത് ആ ദയാലുവായ മൃഗത്തെ കൊല്ലുന്നതിൽ നിന്ന് സ്വയം പിന്മാറണം. പിന്നെ എല്ലാം ശരിയാകും. ഒരുപക്ഷെ അവൻ ആ പാവം മൃഗത്തെ കൊന്നാൽ ഈ കാടിന്റെ സർവനാശം തന്നെ ഉണ്ടാകും. കാടിന്റെ സർവനാശം. ഇത് കേട്ട് എല്ലാവരും ആശ്ചര്യപ്പെട്ടു. ഷേർഖാൻ ബാരസിംഗയെ നോക്കിയപ്പോൾ ബാരസിംഗ അവിടെ നിന്നും ഓടിപ്പോയി. ഓടിക്കോ! ദയാലുവായ കുറുക്ക, എന്നോട് നീ ക്ഷമിച്ചാലും നിന്നോട് ഒരുപാട് നന്ദിയുണ്ട് എനിക്ക്. നീ എന്റെ വൈകല്യം ഇല്ലാതാക്കിയിരിക്കുന്നു. ഇത് കേട്ട് കുറുക്കൻ ചിരിച്ചു. എല്ലാ മൃഗങ്ങൾക്കും സന്തോഷമായി. ഷേർഖാൻ കുറുക്കനെ വണങ്ങി നന്ദി പറഞ്ഞു. ടീനു, മമ്മി ഇല്ലാത്തതുകൊണ്ട് ഞാനായി വീട്ടിലെ ഗൃഹനാഥൻ. നിനക്കിവിടെ ഇപ്പോൾ ഒരു സ്ഥാനവുമില്ല. ചേട്ടാ, എന്റെ ചേട്ടനായിട്ട് എന്നെ ഇറക്കി വിടുവാണോ? അതേ, പോവാൻ തന്നെ പറഞ്ഞത്. എവിടെയെങ്കിലും കൂടുണ്ടാക്കി അതിൽ താമസിക്കാൻ നോക്ക്. ഈ ആഡംബര വീട് ഇപ്പൊ എന്റേതാണ്. പാവം കിളിയുടെ അത്യാഗ്രഹിയായ മകൻ. ചിങ്കിക്കിളിയുടെ വീട് ആ കാട്ടിൽ ഏറ്റവും വലുതും ഉറപ്പുള്ളതുമായിരുന്നു. കിളികളൊക്കെ കൂട്ടിൽ താമസിക്കുമ്പോൾ ചിങ്കിക്കിളി അവളുടെ 2 മക്കളുമായി വലിയ വീട്ടിൽ സുഖമായി ജീവിക്കുകയായിരുന്നു. മകളുടെ പേര് ടീനു, മകന്റെ പേര് റിങ്കു എന്നായിരുന്നു. ഒരു ദിവസം രാവിലെ ചിങ്കിക്കിളി ഭക്ഷണം തേടി പോയി. ടീനു വീട്ടിൽ അമ്മയെ കാത്തിരിക്കുകയായിരുന്നു. രാത്രി സമയമായപ്പോ അമ്മ വന്നിട്ടില്ല. അത് കാരണം ടീനുവിന് സങ്കടം വന്നു. റിങ്കു ആൺകിളിയും അവിടെ എത്തി. ചേട്ടാ, നന്നായി ചേട്ടൻ വന്നത്. അമ്മ ഇതുവരെയായിട്ട് വന്നിട്ടില്ലല്ലോ. അമ്മനെ തപ്പിക്കൊണ്ട് വാ. അതേ, അത് അമ്മയല്ലേ, കുട്ടിയൊന്നുമല്ലല്ലോ. നമ്മുടെ അടുത്തേക്ക് വരുമെന്നേ. അപ്പോഴേക്കും അവിടെ പരുന്ത് വന്നു. കുട്ടികളെ, ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാൻ വന്നതാ. നിങ്ങളുടെ അമ്മ ഇപ്പോൾ ഭൂമിയിൽ ജീവിച്ചിരിപ്പില്ല. എന്റെ കൺമുമ്പിൽ വെച്ചൊരു പൂച്ച വേട്ടയാടി പിടിച്ചു. അങ്ങനെ പറയല്ലേ മാമ. ഇത് സത്യമാണ് കുട്ടികളെ. നിങ്ങൾ രണ്ടുപേരും പരസ്പരം ശ്രദ്ധിക്കണം. ഇത് പറഞ്ഞ് പരുന്തവിടന്ന് പറന്നുപോയി. ടീനു, മമ്മി ഇല്ലാത്തതുകൊണ്ട് ഞാനായി വീട്ടിലെ ഗൃഹനാഥൻ. നിനക്കിവിടെ ഇപ്പോൾ ഒരു സ്ഥാനവുമില്ല. ചേട്ടാ, എന്റെ ചേട്ടനായിട്ട് എന്നെ ഇറക്കി വിടുവാണോ? അതേ, പോവാൻ തന്നെ പറഞ്ഞത്. എവിടെയെങ്കിലും കൂടുണ്ടാക്കി അതിൽ താമസിക്കാൻ നോക്ക്. ഈ ആഡംബര വീട് ഇപ്പൊ എന്റേതാണ്. ടീനു കരഞ്ഞുകൊണ്ട് ആ വീട് വിട്ട് ഇറങ്ങി. അങ്ങനെ റിങ്കു ആൺകിളിയാണെങ്കിലോ കൂട്ടുകാരോട് ഒത്തുചേർന്ന് ആവശ്യമില്ലാത്ത കളികളും തോന്നിവാസവും ഒക്കെ ചെയ്തു നടന്നു. അവനെന്നും അതൊരു ശീലമാക്കി. അവന്റെ വിചാരം അവന്റെ ജീവിതത്തിൽ ഇനി ഒരു ദുഃഖം ഉണ്ടാവില്ലെന്നാ. പക്ഷെ ഒരു ദിവസം റിങ്ക് പക്ഷി, റിങ്ക് പക്ഷി. അവൻ വീടിന്റെ പുറത്തു വന്ന് നോക്കിയപ്പോ മോട്ടുകുരങ്ങൻ കയ്യിലൊരു ലെറ്ററുമായി നിൽക്കുകയായിരുന്നു. കാട്ടിലെ രാജാവ് സിംഹവും ബാക്കിയുള്ള മൃഗങ്ങളും ഉണ്ടായിരുന്നു. ഷേർഖാൻ അങ്ങ്? റിങ്ക് പക്ഷി, ഈ മോട്ടുകുരങ്ങന്റെ കയ്യിൽ നീ കാണുന്നതുണ്ടല്ലോ, ഇത് നിന്റെ അമ്മയുടെ ഇഷ്ടദാനമാണ്. കുറച്ചു മാസങ്ങൾക്ക് മുമ്പാണ് ഇത് തയ്യാറാക്കിയത്. ഇഷ്ടദാനോ? പക്ഷികൾക്ക് ഇഷ്ടദാനം കൊണ്ട് എന്താ പ്രയോജനം? ശരി, എന്താണ് അവരുടെ ഇഷ്ടദാനം എന്ന് പറയൂ. ഞാൻ ചിങ്കി പക്ഷി എൻ്റെ മകൻ്റെ മോശം പ്രവൃത്തി കാരണം വളരെ ദുഃഖിതയാണ്. എനിക്ക് സംശയമുണ്ട്, എൻ്റെ മരണശേഷം എൻ്റെ മകൻ എൻ്റെ മകളെ വീട്ടിൽ നിർത്തുമോ ഇല്ലയോ എന്നുള്ളത്. ഇതുകൊണ്ടാണ് ഞാൻ ഈ ഇഷ്ടദാനം തയ്യാറാക്കിയത്. എൻ്റെ മരണത്തിന് ശേഷം എൻ്റെ മകൻ ഈ വീട്ടിൽ താമസിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ എൻ്റെ മകളെയും കൂടി നിർബന്ധമായും ഈ വീട്ടിൽ നിർത്തേണ്ടതാണ്.
മാത്രമല്ല നല്ല സഹോദരനെ പോലെ അവളെ സംരക്ഷിക്കുകയും വേണം. എന്റെ മകൻ ഈ വീട്ടിൽ ഒറ്റയ്ക്കാ താമസിക്കുന്നെങ്കിൽ അവനിൽ നിന്നും ഈ വീട് കണ്ടുകെട്ടുന്നതാണ്. എന്നിട്ട് ഏതെങ്കിലും അനാഥ പക്ഷികൾക്ക് ദാനം കൊടുക്കണം. എന്റെ ദൈവമേ, പറയൂ, നിന്റെ സഹോദരി എവിടെയാണ്? അവൾ ചിലപ്പോൾ അവളുടെ പുതിയ താമസ സ്ഥലത്തായിരിക്കും. നിനക്കിവിടെ താമസിക്കണമെങ്കിൽ അവളെ കണ്ടെത്തി കൊണ്ടുപോവാ. അല്ലെങ്കിൽ ഈ വീട് ഏതെങ്കിലും അനാഥ പക്ഷികൾക്ക് ദാനം നൽകും. വേണ്ട വേണ്ട, ഞാൻ എന്തായാലും അവളെ കണ്ടെത്തി കൊണ്ടുവരാം. കൊണ്ടുവാ. നാളെ രാവിലെ തന്നെ മോട്ടുകുരങ്ങനെ ഇവിടെ നോക്കാനായി അയക്കുന്നതാണ്. അയ്യോ, എൻ്റെ ഭാഗ്യം നശിച്ചല്ലോ. ഇനി അവളെ കണ്ടെത്തേണ്ടി വരും. അങ്ങനെ റിങ്കു ടീനുവിനെ തപ്പി ഇറങ്ങി. മണിക്കൂറോളം അലഞ്ഞു തിരിഞ്ഞു നടന്ന് അവനൊരു ശബ്ദം കേട്ടു. അത് കൊള്ളാം, നല്ല സ്വാദിഷ്ടമായ മാമ്പഴം. ഞാനിത് കഴിച്ചു തീർക്കുപ്പോ. ആഹാ. അല്ല, അത് ടീനു അല്ലേ? റിങ്കു സന്തോഷത്തോടെ അവളുടെ അടുത്തേക്ക് പോയി. ടീനു, എന്റെ പ്രിയ സഹോദരി, അവസാനം നിന്നെ കണ്ടെത്തി. നിനക്കറിയോ ഞാൻ എത്ര നാളായി നിന്നെ അന്വേഷിക്കുന്നെന്ന്? ഓ, വന്നേക്കണോ ഒരു ചേട്ടൻ. എന്റെ പേര് ടീനു അല്ല, ഞാൻ മീനു ആണ്. എനിക്ക് ഈ ലോകത്ത് ആരുമില്ല. ഇതിനർത്ഥം ഇത് ടീനുവിനെ പോലെയുള്ള മറ്റാരോ ആണ്. നോക്ക്, എന്റെ കയ്യിൽ നിനക്ക് വേണ്ടി നല്ലൊരു ഓഫറുണ്ട്. ഓഫറോ? അതെന്താ ഓഫർ? അങ്ങനെ റിങ്കു നടന്ന സംഭവങ്ങളൊക്കെ അവളോട് പറഞ്ഞു. ശരി, നിനക്ക് എന്താ എന്നിൽ നിന്ന് വേണ്ടത്? ഞാൻ ആഗ്രഹിക്കുന്നത് നീ ടീനുമായി എന്റെ കൂടെ വീട്ടിലേക്ക് വരണമെന്നാണ്. നമുക്ക് ആ വലിയ വീട്ടിൽ സമാധാനമായി വിശ്രമിക്കാം. അതുമാത്രമല്ല, നമ്മൾ ഒരുമിച്ച് നിന്നാൽ നമുക്ക് മോഷണവും നല്ല രീതിയിൽ ചെയ്യാൻ കഴിയും. ആ, നല്ല ഐഡിയ. അങ്ങനെ ആ കിളി റിങ്കുവിന്റെ കൂടെ വീട്ടിലേക്ക് പോയി. രാവിലെ മോണ്ടുകുരങ്ങൻ അവിടെ എത്തി. ഇത് കണ്ടില്ലേ മോട്ടുകുരങ്ങേ, എന്റെ പ്രിയപ്പെട്ട സഹോദരി, ഞാൻ അവളെ കണ്ടെത്തിക്കഴിഞ്ഞു. ടീനു, നീ എങ്ങോട്ടാ പോയിരുന്നേ? ഇവൻ നിന്നെ വീട്ടിൽ നിന്ന് പുറത്താക്കിയിരുന്നോ? ഇല്ല, എന്റെ ചേട്ടൻ എന്നെ ഭയങ്കര ഇഷ്ടമാണ്. എന്നെ തന്നെ പുറത്താക്കുന്നത്? നിന്നെ അവനെ ഉപദ്രവിക്കുന്നുണ്ടെങ്കിൽ എന്തായാലും പറഞ്ഞോളൂ. നിനക്ക് നേരെ എന്റെ അടുത്തേക്ക് വരാം. മനസ്സിലായോ? ശരി മോണ്ടു ചേട്ടാ. ഇത് കേട്ട് മോണ്ടുകുരങ്ങൻ അവിടുന്ന് പോയി. മീനു റിങ്കുവിനോട് പറഞ്ഞു. അതെ ചേട്ടാ, എനിക്ക് വിശക്കുന്നുണ്ട്, പോയി ഭക്ഷണം തപ്പിക്കൊണ്ട് വാ. അതെ, നീ പൊക്കോ. ഞാനെന്തിനു പോകണം? നോക്ക്, ഞാൻ നിന്റെ അനീതിയായിട്ടാ ഇവിടെ വന്നേക്കുന്നേ. എന്നെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞാലുണ്ടല്ലോ, ഈ വീട് വിട്ട് പോവേണ്ടി വരൂട്ടോ. അതുകൊണ്ടേ ഞാൻ പറയണത് അങ്ങോട്ട് കേക്ക്. അതായിരിക്കും നിങ്ങൾക്ക് നല്ലത്. മീനുവിന് വേണ്ടിയുള്ള ഭക്ഷണം റിങ്കു തന്നെ പോയി തപ്പിക്കൊണ്ടുവരും. അവളാണെങ്കിൽ വീടിന്റെ അകത്ത് സ്വസ്ഥമായി ജീവിച്ചു. രാത്രിയിലും എപ്പോ വിശക്കുന്നോ അപ്പൊ തന്നെ റിങ്കുവിനോട് ആഹാരം കൊണ്ടുവരാൻ പറയും. അങ്ങനെ രാവില്ല പകലില്ലാതെ കഷ്ടപ്പെടുത്തിക്കൊണ്ടേയിരുന്നു റിങ്കുവിനെ. റിങ്കുവിന്റെ ക്ഷമ മുഴുവൻ പോയ ലക്ഷണ. ഞാൻ നിന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് എന്റെയും നിന്റെയും ജീവിതം മെച്ചപ്പെടുത്താനാണ്. നമ്മൾ ഒരുമിച്ച് നിന്ന് മോഷണം നടത്താനാ. എന്നിട്ട് ഇവിടെ സമാധാനത്തോടെ വിശ്രമിക്കാൻ. എന്നിട്ടിപ്പോ നീ എന്നോട് കാണിക്കുന്നത് ചതിയാണ്. അതെ, ഞാൻ നിന്നെ പറ്റിച്ചു. അതിന് നിനക്കെന്തിനാ ഇത്ര വിഷമമൊക്കെ? നീയോ ഇത്രയും നാളും എല്ലാരും പറ്റിച്ചോണ്ടിരിക്കുകയല്ലേ? നിന്റെ അമ്മ ജീവനോടെ ഉണ്ടായിരുന്നപ്പോ അവരെയും നീ പറ്റിച്ചോണ്ടിരിക്കുകയല്ലായിരുന്നോ? അമ്മ മരിച്ചപ്പോ സ്വന്തം പെങ്ങളെ വരെ വീട്ടിൽ നിന്ന് പുറത്താക്കിയില്ലേ? സ്വന്തം പെങ്ങളെ പുറത്താക്കിയപ്പോ നിനക്ക് എന്ത് കിട്ടി? അതെ, നീ പറഞ്ഞത് സത്യ. എന്റെ സഹോദരിക്ക് എന്നോട് ഒരുപാട് ഇഷ്ടമായിരുന്നു. ഞാൻ അവളോട് നന്നായി പെരുമാറിയിട്ടേ ഇല്ല. എനിക്ക് അമ്മ എന്തായാലും തിരിച്ചു കൊണ്ടുവരാൻ കഴിയില്ല. പക്ഷെ അവളെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റും. അവളെ തപ്പിട്ട് കിട്ടിയില്ലെങ്കിലോ? കണ്ടെത്തിയില്ലെങ്കിൽ ജീവിതകാലം മുഴുവനും അവളെ തേടിക്കൊണ്ട് നടക്കും. പക്ഷെ ഇനി ഈ വീട്ടിലേക്ക് തിരിച്ചു വരുന്നത് അവളുടെ കൂടെയായിരിക്കും. ഇതും പറഞ്ഞ റിങ്കു പുറത്തിറങ്ങിയതേ ഉണ്ടായിരുന്നുള്ളൂ. അവന്റെ വീടിന്റെ മുമ്പിൽ ചിങ്കിക്കിളി, മോണ്ടുകുരങ്ങൻ, അങ്ങനെ എല്ലാ മൃഗങ്ങളും അവിടെ ഉണ്ടായിരുന്നു. അല്ല അമ്മേ, അമ്മ ജീവിച്ചിരിപ്പുണ്ടോ? അമ്മേനെ കണ്ടതും അവൻ അങ്ങ് കരയാൻ തുടങ്ങി. അമ്മേ, എന്നോട് ക്ഷമിക്കണം. ഞാൻ അമ്മയോടും എന്റെ സഹോദരിയോടും നന്നായി പെരുമാറിയില്ല. മോനെ, നിന്നെ ഒരു നല്ല ഉത്തരവാദിത്തമുള്ള ഒരു മകനായിട്ട് കാണാൻ വേണ്ടിയാ ഞാൻ ഈ നാടകമൊക്കെ കളിച്ചത്. അതിന് സഹായിച്ചത് ഇവരാണ്. അമ്മ ചെയ്തത് നന്നായി അമ്മേ. അമ്മ വീട്ടിലിരുന്ന് വിശ്രമിച്ചോളൂ. ഞാൻ എന്റെ സഹോദരി ടീനുവിനെ കണ്ടെത്തിയിട്ട് വരാം. അവളുടെ രൂപസാദൃശ്യമുള്ളവരെ വീട്ടിൽ നിന്ന് പുറത്താക്കൂ. അപ്പോഴേക്കും മീനുവും വന്നു അവിടെ. എന്ത് പറ്റി ചേട്ടാ? അമ്മ, ഇതാണ് ആ പക്ഷി. ടീനുവെന്നും പറഞ്ഞ് വീട്ടിൽ താമസിപ്പിച്ചത് ഇവളെയാണ്. ഇത് കേട്ടതോടെ എല്ലാ മൃഗങ്ങളും പൊട്ടി പൊട്ടി ചിരിക്കാൻ തുടങ്ങി. റിങ്കുവിനാണെങ്കിൽ ഒന്നും മനസ്സിലായില്ല.
എന്തു പറ്റി അമ്മേ? എല്ലാവരും കൂടി എന്നെ എന്തിനാ ഇങ്ങനെ കളിയാക്കുന്നത്? റിങ്കു മോനെ, ടീനുവിനെ നീ പുറത്തിറക്കിയപ്പോ ഞാനാണ് അവളോട് ഇങ്ങനെ ചെയ്യാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞിട്ട് തന്നെയാ മീനുമായി മാറിയതും നിന്നെ എത്ര ബുദ്ധിമുട്ടിച്ചതും. നിന്റെ അനിയത്തിക്ക് നിന്നോട് എത്ര ഇഷ്ടമുണ്ടെന്ന് നിന്നെ ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയാണ് ഇതൊക്കെ ചെയ്തത്. ചേട്ടാ, ചേട്ടന് വിഷമമായെങ്കിൽ ക്ഷമിക്കണം. ഇതെല്ലാം ചെയ്യാൻ എന്നോട് പറഞ്ഞതേ അമ്മയാണ് കേട്ടോ, അതാ. എന്റെ പ്രിയ സഹോദരി, നീ എന്തൊക്കെ ചെയ്താലും നല്ലതിന് വേണ്ടിയാ. നീ എന്റെ കണ്ണു തുറപ്പിച്ചു. ഇനി ഞാൻ നിങ്ങളെ രണ്ടുപേരെയും നന്നായി പരിപാലിക്കും. മാത്രമല്ല, ചെയ്യുന്ന തെറ്റുകളൊക്കെ ഉപേക്ഷിച്ച് ഒരു നല്ല സഹോദരനും നല്ലൊരു മകനുമാവാൻ ശ്രമിക്കും. ഇത് കേട്ടപ്പോ എല്ലാവർക്കും സന്തോഷമായി. ആ ദിവസത്തിന് ശേഷം റിങ്കു നന്നായി മാറി. സ്വന്തം അമ്മേനെയും പെങ്ങളെയും നന്നായി നോക്കാനും തുടങ്ങി.